യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ശ്രദ്ധിക്കുക, നമ്മൾ ഓരോരുത്തരും ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിക്കുന്നതായ വേദവാക്യത്തിന് അടിസ്ഥാനം റോമലേഖനം 8-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ഈ ഒരു വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മെ നയിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. നമ്മെ എവിടേക്കൊക്കെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുന്നതെന്ന് നമുക്ക് ചിന്തിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്താവിഷയമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്ന ചിന്തയുടെ പ്രധാനപ്പെട്ട ആധാരം എന്ന് പറയുന്നത്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രയോജനപ്പെടുന്നതിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നതിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് പലപ്പോഴും നമ്മളുടേതായ സ്വയത്തിൽ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള കഴിവുകളിൽ ആശ്രയിച്ച് മാത്രം നമുക്ക് മുന്നോട്ട് പ്രവർത്തിക്കാൻ സാധ്യമല്ല. ദൈവം നമ്മളിലൂടെ ഈ ഭൂമിയിൽ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നതായ കാര്യങ്ങൾ, അത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിക്കുമ്പോൾ ആ ആത്മാവ് നൽകുന്ന വരങ്ങളാൽ, കൂടുതൽ മെച്ചമായി നമുക്ക് പ്രവർത്തിക്കുവാൻ സഹായിക്കുന്ന വരങ്ങളാൽ തന്നെ നമ്മൾ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 6 മുതൽ വായിപ്പാനിടയായി തീർന്നു. വീര്യപ്രവർത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. എന്നാൽ ഓരോരുത്തന് ആത്മാവിൻ്റെ പ്രകാശനം, മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സ്പിരിറ്റ്, പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു. നമ്മൾ ഈ 2 വിഷയങ്ങളും കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം. ഈ ഒരു ചിന്തയാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയമായി നമ്മൾ എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിശ്വാസം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുന്നതായ ഏതൊരു വ്യക്തിക്കും ആ വ്യക്തിയിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് വിശ്വാസം. നമുക്കെല്ലാവർക്കും അറിയാം, രക്ഷിക്കുന്ന വിശ്വാസം എന്നുള്ള വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ രക്ഷയ്ക്ക് വിശ്വാസം ആധാരമാണ്. അതുകൊണ്ട് ആ വിശ്വാസം നമുക്ക് രക്ഷയ്ക്ക് കാരണമായി തീരുന്നു. എന്നാൽ ഇവിടെ പറയുന്നതായ വിശ്വാസം എന്നുള്ളതായ കാര്യം കേവലം ഒരു വിശ്വാസത്തെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ജീവിതത്തിൻ്റെ ഏതൊരു സാഹചര്യത്തിലും പതറിപ്പോകാതെ ദൈവത്തിൽ തന്നെ ആശ്രയം തുടരേണ്ടതിന് വേണ്ടി, അതേപോലെ തന്നെ അസാധ്യമായ കാര്യങ്ങൾ ദൈവം തനിക്ക് വേണ്ടി ചെയ്യുമെന്ന് വിശ്വസിക്കുവാനും കഴിയുന്നതായ നിലയിലുള്ള വരമായി ലഭിക്കുന്ന വിശ്വാസത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഞാൻ ഇത് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് താഴോട്ടൊക്കെ വായിക്കുമ്പോൾ രോഗശാന്തിയുടെ വരത്തെക്കുറിച്ച് വായിക്കാൻ കഴിയുന്നുണ്ട്. വീര്യപ്രവൃത്തികൾ, മിറക്കിൾസ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ രോഗശാന്തിയുടെ വരമാണെങ്കിലും മിറക്കിൾസ് വീര്യപ്രവൃത്തികളുടെ വരമാണെങ്കിലും അതിന് എല്ലാം തന്നെ അതിനോട് ചേർത്ത് ഉണ്ടാകേണ്ട ഒന്നാണ് ഈ വിശ്വാസം എന്നതായ വരം എന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്, കർത്താവേ, ഞങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ വരം നൽകണം എന്നുള്ളത്. ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ, ഈ വിശ്വാസത്തിൻ്റെ വരം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ ഇന്ന് കാണുന്നതായ പതർച്ചകൾ, ഇന്ന് കാണുന്നതായ അസ്വസ്ഥതകൾ, ഇതെല്ലാം നമ്മളിൽ നിന്ന് മാറിപ്പോകാനിടയായിത്തീരും. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഉദാഹരണത്തിന്, നമുക്ക് കഴിഞ്ഞുകൊടുക്കുവാൻ തക്കതായിട്ടുള്ള സാമ്പത്തികമായ കാര്യങ്ങളില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്, നമ്മുടെ തൊഴിൽ, മറ്റ് വരുമാനങ്ങൾ തുടങ്ങിയതായ കാര്യങ്ങളുടെ സാധ്യതകൾ നമ്മുടെ മുമ്പിലില്ലെങ്കിൽ നമ്മൾ പതറിപ്പോകും. എന്നാൽ വിശ്വാസം വരമായി ലഭിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഈ കാര്യങ്ങളിൽ പതറുകയില്ല. കാരണം വിപരീത സാഹചര്യങ്ങളിൽ ദൈവത്തെ കടന്നു വിശ്വസിക്കുവാൻ, ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുവാൻ ഈ വിശ്വാസം എന്ന വരം കൊണ്ട് സാധ്യമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ വിശ്വാസം എന്ന വരം ലഭിച്ചതായ ധാരാളം പേരെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ തന്നെ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിലും സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്തും നമ്മൾ കാണുന്നതായ ഒരു വ്യക്തി പത്രോസാണ്. പത്രോസിനെ കുറിച്ചുള്ള ഒരു സംഭവം
തനിക്ക് വിശ്വാസത്തിൻ്റെ വരം എത്രത്തോളം ഉണ്ടായിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഈ പശ്ചാത്തലത്തിൽ തന്നെ അപ്പോസ്തലനായ പത്രോസ് തുടങ്ങിയതായ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ഒരിക്കൽ കടന്നു വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. അപ്പോൾ യേശു അതിന് മറുപടിയായിട്ട് അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് കടലിൽ ചാടി പോകാൻ പറഞ്ഞാൽ അപ്രകാരം സംഭവിക്കും. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് നീങ്ങി കടലിൽ നട്ടുപോകാൻ പറഞ്ഞാൽ അപ്രകാരം സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് യേശു വാസ്തവത്തിൽ അവരെ ഓർമ്മിപ്പിച്ചത് വിശ്വാസത്തിൻ്റെ വരം എന്നുള്ള ആ നിലയിലേക്ക് നിങ്ങൾ വളരണമെന്നുള്ളതാണ്. വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഈ വരങ്ങളൊക്കെ ലഭിക്കുന്നത് നമ്മളുടെ ആത്മീക വളർച്ചയ്ക്കനുസരിച്ച്, സ്പിരിച്വൽ ഗ്രോത്തിനനുസരിച്ച്. പലരും ഈ ആത്മീക വളർച്ച പ്രാപിക്കാതെ തന്നെ വരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവർക്ക് അപ്രകാരം വരം ലഭിക്കുകയില്ല. നമ്മളുടെ ആത്മീക വളർച്ചയ്ക്കനുസരിച്ചാണ് ദൈവം നമുക്ക് വരങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആകാം കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രാപിക്കുന്നത് നിങ്ങളുടെ ആത്മീക വളർച്ചയിലൂടെയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ മറ്റൊരു വേദഭാഗമായി വായിക്കാൻ ആഗ്രഹിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 28-29 വാക്യങ്ങളാണ്. നമുക്കറിയാം, കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അക്കരയ്ക്ക് പോകുക. അവർ അക്കരയ്ക്ക് പോയി. യേശുവോ മലമേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ രാത്രിയുടെ 4-ാം യാമത്തിൽ യേശു ഈ കടലിലൂടെ നടന്ന് ശിഷ്യന്മാർ അടുക്കൽ ചെന്നു. കാരണം ആ സമയത്ത് വളരെയധികം തിരമാലകളാൽ, കൊടുങ്കാറ്റിനാൽ അവർ മുങ്ങിപ്പോകുമോ, നശിച്ചു പോകുമോ എന്നുള്ളതായ സന്ദേഹത്തിലേക്ക്, ഉത്കണ്ഠയിലേക്ക് കടന്നു വന്ന ഒരു നിമിഷമായിരുന്നു. യേശു കടലിൽ മീതെ നടന്നു വരുന്നു കണ്ടിട്ട് ആ പടകിലുണ്ടാകുന്ന ശിഷ്യന്മാർ പറഞ്ഞു, ഒരു ഭൂതം വരുന്നു, ഭൂതം എന്ന് പറഞ്ഞ് അവർ അലറി വിളിച്ചു. അപ്പോൾ ഈ സമയത്ത് യേശു പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഇത് ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് തുടങ്ങിയതായ ശിഷ്യന്മാർക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ ശിഷ്യന്മാർ നല്ല വ്യത്യസ്തമായി നിന്നുകൊണ്ട് പത്രോസ് ഒരു കാര്യം അവിടെ യേശുവിനോട് സംസാരിക്കുക. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്ക് വരേണ്ടതിനെ കൽപ്പിക്കണം എന്ന് പറഞ്ഞു. നോക്കൂ, മറ്റു ശിഷ്യന്മാരൊന്നും അങ്ങനെ പറഞ്ഞില്ല. ഇവിടെ പത്രോസ് മാത്രമാണ് പറഞ്ഞത്. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, പത്രോസിന് ആത്മീയമായ വളർച്ച സംഭവിച്ചപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ വരം അവനിലേക്ക് ദൈവം നൽകാനിടയായി തീർന്നു. ആ വിശ്വാസത്തിൻ്റെ വരമാണ് പലപ്പോഴും പത്രോസിനെ മറ്റ് ശിഷ്യന്മാരെക്കാളും മുന്നോട്ട് കൊണ്ടുവന്ന് നിർത്തുവാൻ സാധ്യമാകുന്നത്. അതേ, പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്ക് വരേണ്ടതിന് കൽപ്പിക്കണം. 29-ാമത്തെ വാക്യത്തിൽ വരിക എന്നവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. പിന്നീടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. പത്രോസ് മുങ്ങി താണുപോയി. എന്നാൽ കർത്താവ് യേശുക്രിസ്തു അവൻ്റെ കരത്തിന് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. പക്ഷേ ഞാൻ ഇവിടെ വരെ വായിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവൻ വെള്ളത്തിന്മേൽ നടന്നു എന്നുള്ളത് കാണിക്കാനാണ്. വെള്ളത്തിന്മേൽ നടന്നു. എന്തുകൊണ്ടാണ്? വിശ്വാസത്തിൻ്റെ വരം അവനെ ഈ അത്ഭുതത്തിൻ്റെ പ്രവൃത്തിക്ക് കാരണമാക്കി തീർത്തു. അവൻ ആ അത്ഭുതം അനുഭവിക്കാൻ സാധിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ്. മറ്റുള്ള ആളുകൾക്ക് അപ്രകാരമുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇത് ആർക്കും ഉണ്ടാകത്തില്ലെന്നല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറിച്ച് ആത്മീക വളർച്ച പ്രാപിച്ചവരായ ആളുകൾക്ക് ദൈവം നൽകുന്നതായ ഈ വിശ്വാസത്തിൻ്റെ വരം, അത് നമ്മുടെ എല്ലാ മേഖലകളിലും അത് നമ്മെ സ്വാധീനിക്കാനിടയായിത്തീരും. ഇവിടെ പത്രോസ് ലീഹയിൽ നമുക്കതാണ് കാണാൻ സാധിച്ചത്. നോക്കൂ, അവൻ വെള്ളത്തിന്മേൽ നടന്നു. ഞാൻ നിങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളിത് ആഗ്രഹിക്കണം. പക്ഷേ അതോടൊപ്പം തന്നെ ആത്മീക വളർച്ചയിലേക്ക് നിങ്ങൾ കടന്നു വന്നെങ്കിൽ മാത്രമേ ഈ വിശ്വാസത്തിൻ്റെ വരം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഞാൻ പ്രശ്നങ്ങളുടെ നടുവിൽ പതറിപ്പോകാത്തത്, ഞാൻ കുലുങ്ങിപ്പോകാത്തത്? എൻ്റെ ധൈര്യം കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ കൂടുതൽ കൊണ്ടൊന്നുമല്ല, മറിച്ച് ദൈവം വിശ്വാസം വരമായി എനിക്ക് നൽകിയതുകൊണ്ട് നാളുകളിൽ കടന്നു വരുന്നതായ എല്ലാ ബുദ്ധിമുട്ടുകളുടെ നടുവിലും എനിക്ക് അവയെല്ലാം തന്നെ അതിജീവിപ്പാൻ കഴിയുമെന്നും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ജീവിതത്തിൽ കാണാൻ സാധിക്കുമെന്നും ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ജോർജ് മുള്ളർ എന്നുള്ള ദൈവദാസനെ കുറിച്ച് കേൾക്കാനിടയായി തീർന്നു. അദ്ദേഹം ഏതാണ്ട് 1 വർഷത്തോളം ഒരു അനാഥശാല, ഏതാണ്ട് 10,000-2000 കുട്ടികളെ താൻ പ്രാർത്ഥനയിലൂടെ മാത്രം പോഷിപ്പിച്ച അനുഭവമുണ്ട്. താൻ അതിനെക്കുറിച്ച് പറഞ്ഞ ഇങ്ങനെയാണ്, എനിക്ക് വിശ്വാസത്തിൻ്റെ വരമുള്ളത് കൊണ്ടാണ്
ഞാൻ പതറിപ്പോകാതെ, തകർന്നു പോകാതെ, യാതൊരുവിധമായ ഫണ്ട് റൈസിങ്ങും ചെയ്യാതെ, മറ്റാരുടെ കയ്യിൽ നിന്നും ഒരു പണം പോലും വാങ്ങിക്കാതെ ദൈവം അത് പ്രാർത്ഥനയിൽ കൂടെ മാത്രം മുന്നോട്ട് കൊണ്ടുപോകുവാൻ തനിക്കിടയായി തീർന്നുവെന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലർ ചോദിക്കാറുണ്ട്, ജോലിയൊന്നും ചെയ്യേണ്ടേ, മറ്റു വരുമാന മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കരുതോ? നമ്മെ കൺഫ്യൂഷൻ ആക്കുവാൻ അവർ വളരെ ശ്രമിക്കാറുണ്ട്. പക്ഷേ വിശ്വാസത്തിൻ്റെ വരം ലഭിച്ചതായ ആളുകൾ അവർ ജീവിതത്തിൻ്റെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിന്നും കുലുങ്ങിപ്പോകത്തില്ല. കാരണം അവർക്കറിയാം, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായ ഒരു ദൈവമുണ്ട്. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നതായ ദൈവം, വയലിലെ താമരയ്ക്ക് അതിൻ്റെ ഭംഗി കൊടുക്കുന്നതായ കർത്താവ്, നമുക്കും അവൻ വളരെ വിശ്വസ്തനാണ്, നല്ലവനാണ്, നമ്മെ പോറ്റിപ്പുലർത്തുമെന്നുള്ള ആ ഉറച്ച വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ വരമായി നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ദാനിയേൽ തുടങ്ങിയതായ ദൈവദാസന്മാർ, അവർ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് എറിയപ്പെടും എന്നുള്ള സൂചന, എന്നുള്ള മുന്നറിയിപ്പ് രാജാവ് കൊടുത്തിട്ട് പോലും ഭയപ്പെട്ടു പോയില്ല. കാരണം വിശ്വാസത്തിൻ്റെ വരം ഉള്ളതുകൊണ്ട് ആ വിശ്വാസത്താൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണെന്നും തനിക്ക് ഒരു കേടും സംഭവിക്കില്ല എന്നുള്ള ആ ഉറപ്പ് ദാനിയേലിനുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും അങ്ങനെ ചില ഉറപ്പുകൾ നമ്മൾ പ്രാപിക്കണം. ആ ഉറപ്പുകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ വിശ്വാസം നമുക്ക് വരമായി ലഭിച്ചാൽ, ആ വരത്താൽ നമുക്ക് ദൈവത്തിൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും വിശ്വസിക്കുവാനും ആശ്രയിപ്പാനും, കേടുകൂടാതെ ഞാൻ പുറത്തു വരുമെന്നുള്ള ആ ഉറച്ച വിശ്വാസത്തോടെ നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ വിശ്വാസത്തിൻ്റെ വരം വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുവേണ്ടി ആഗ്രഹിക്കുക. ആത്മീക വളർച്ചയിലേക്ക് നിങ്ങൾ പൊയ്ക്കൊണ്ടേയിരിക്കുക. എപ്പോഴും നമ്മുടെ പരിശ്രമം അതായിരിക്കണം. നമുക്ക് ആത്മീകമായി വളരണമെന്നുള്ള വലിയൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആത്മീയമായി വളരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഐഡിയലായിട്ടിരിക്കാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദാറ്റ് വി ഷുഡ് റീഡ് ദ ബൈബിൾ. നമ്മൾ വിശുദ്ധ വേദപുസ്തകം വായിക്കണം. നമ്മൾ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കണം. ദൈവത്തോടുള്ള ആ ഹോട്ട് ലൈൻ റിലേഷൻഷിപ്പിലൂടെ നമ്മൾ കടന്നു പോകണം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ ദൈവത്തോടുള്ള ആ ബന്ധം നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അങ്ങനെയുള്ളവർക്കാണ് ഈ വിശ്വാസത്തിൻ്റെ വരം ദൈവം നൽകുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർക്കും ഈ വിശ്വാസത്തിൻ്റെ വരം ദൈവത്താൽ നൽകപ്പെടുവാനും ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം യേശുക്രിസ്തുവിനായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. വിശ്വാസത്തിൻ്റെ വരം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അല്പമായി ചിന്തിപ്പാൻ തക്കവണ്ണം അങ്ങ് ഇടയാക്കിയല്ലോ. ഞങ്ങളുടെ ആത്മീക വളർച്ച സംഭവിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ആ വിശ്വാസത്തിൻ്റെ അളവ് വളരെ വലുതായി കടന്നു വരുന്നെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ദൈവവചനത്തിലൂടെ ഞങ്ങൾക്കത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. റോമലേഖനം 12:3 നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ. നോക്കൂ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശ്വാസത്തിൻ്റെ അളവ് വ്യത്യാസമാണ്. പക്ഷേ അത് പ്രാപിക്കണമെങ്കിൽ നമുക്ക് ആത്മീക വർധനവ് ഉണ്ടായിരിക്കണം. അതിന് ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.